Hello and welcome back to our question paper discussion session. Kerala University 2nd Sem BA BSc 2020 admission യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കോഴ്സ് കോഡ് HN1211.1. കോഴ്സ് ടൈറ്റിൽ ഹിന്ദി നിബന്ധ് और अन्य गद्य विधाएं. നമ്മുടെ ടെക്സ്റ്റ് ഏതായിരുന്നു? ഗദ്യ ഗരിമ. ആൻഡ് യു ഹാഡ് 7 chapters in all. 7 ചാപ്റ്റേഴ്സും മനസ്സിരുത്തി വായിക്കുക. ഓഡിയോ ബുക്ക് ഓഫ് ദ ടെക്സ്റ്റ് ഈസ് ഓൾറെഡി അപ്ലോഡഡ്. ദോസ് ഹു വാണ്ട് ടു ലിസൺ ആൻഡ് ലേൺ ക്യാൻ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. മിക്ക ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് അപ്ലോഡഡ് ആണ്. ഗോ ത്രൂ ഇറ്റ് ആൻഡ് ദെൻ കം ടു ദിസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷൻ. ആസ് യൂഷ്വൽ മാക്സിമം മാർക്സ് എക്സാമിന് 80 ആണ്. 3 hour एग्ज़ाम. पार्ट 1 एक शब्द या एक वाक्य में एक शब्द या वाक्य में उत्तर लिखिए. ഒരു വേർഡോ ഒരു സെൻറ്റൻസിലോ ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹിന്ദി സാഹിത്യ के उपन्यास सम्राट कौन है? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ചാപ്റ്ററിൻ്റെ പേര് തന്നിട്ട് ഓദർ ആരാന്നല്ല ചോദിച്ചിരിക്കുന്നത്. ഹിന്ദി സാഹിത്യക്ക് ഉപന്യാസ് സമ്രാട്ട് കോൻ ഹെ. ആസ് സച്ച് നിങ്ങൾ ഈ ഒരു ടേബിൾ മെമ്മറൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചാപ്റ്ററിൻ്റെ പേരും ഓദറും പ്ലസ് അത് ഏത് വിധ അല്ലെങ്കിൽ ഏത് ഫോം ഓഫ് ലിറ്ററേച്ചർ ആണ് അത് നിങ്ങൾ ഷുവറായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഈ പ്രകാരമുള്ള ക്വസ്റ്റ്യൻസ്. എന്നുവെച്ചാൽ ചാപ്റ്ററിൻ്റെ പേര് തന്നിട്ട് ഓദർ ആരാണ് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ തന്നിട്ട് അത് ഏത് വിധയാണ്, ഇത് നാച്ചുറലി എക്സ്പെക്റ്റ് ചെയ്യാം. നൗ കമ്മിങ് ടു ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, ഹിന്ദി സാഹിത്യക്ക് ഉപന്യാസ് സമ്രാട്ട് കോൻ ഹെ. ഇത് ബേട്ടി കാ വിവാഹ് എന്ന ജീവനി അംശനെ ബേസ് ചെയ്താണ് ഈ ക്വസ്റ്റ്യൻ. ഉപന്യാസ് സമ്രാട്ട് പ്രേംചന്ദിൻ്റെ മകൻ അമൃത് റായ് എഴുതിയ കലം കാ സിപാഹി എന്ന ജീവനി അല്ലെങ്കിൽ ബയോഗ്രാഫിയിലെ ഒരു ചെറിയ പോർഷനാണ് നിങ്ങൾ പഠിച്ചത്. ആ ബയോഗ്രാഫി ആക്ച്വലി ഒരു 658 പേജസ് ഉള്ള ഒരു വലിയ ബയോഗ്രാഫിയാണ്. ഉസ് മഹാൻ കൃതിക്ക് പ്രഥം എവം അന്തിം പരിച്ഛേദ് യഹാ സങ്കലിത് കിയാ ഗയാ ഹെ. അതിവർ പറയുന്നുണ്ട്. ആ ഒരു വലിയ ബയോഗ്രാഫിയുടെ ഫസ്റ്റും ലാസ്റ്റും കുറച്ച് പോർഷൻസ് മാത്രമാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ കലം കാ സിപാഹി എന്ന ആ ഒരു ബയോഗ്രാഫി, അമൃത് റായ് എഴുതിയ ആ ബയോഗ്രാഫിക്ക് 1963 സാഹിത്യ അക്കാദമി പുരസ്കാർ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇപ്പോൾ സ്വന്തം മകനാണ് ബയോഗ്രാഫി എഴുതിയിരിക്കുന്നത്, പക്ഷെ വളരെ ഇംപാർഷ്യലായിട്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. തട്ടസ്ഥത ഓർ ഇമാൻദാരി കെ സാത്ത് ലിഖാ ഗയാ ഹെ. അതതിൽ എടുത്ത് പറയുന്നുണ്ട്. തട്ടസ്ഥത എന്ന് വെച്ചാൽ ഇംപാർഷ്യൽ, ഇമാൻദാരി വളരെ ലോയലായിട്ട്, സ്വന്തം അച്ഛനെ പറ്റി എഴുതുന്നതെന്ന് പറഞ്ഞ് വെറുതെ അങ്ങ് തള്ളിവിടുകയല്ല, ഉള്ള കാര്യങ്ങൾ ഉള്ള പോലെയാണ് അമൃത് റായ് എഴുതിയിരിക്കുന്നത്. അമൃത് റായുടെ 3-4 രചനകളുടെ പേരും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നാഗ്ഫനി കാ ദേശ്, ഹാത്തി കെ ദാന്ത്, ലാൽ ധർത്തി, ഇതെല്ലാം ഓർത്തിരിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 3-4 എണ്ണം ഓരോ ഓദറിൻ്റെയും ഓർത്തിരിക്കണം. ഈ ഓദർ ഡിസ്ക്രിപ്ഷനിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. പിന്നീട് അമൃത് റായെ പറ്റി അറിയേണ്ടത്, ഹംസ് എന്ന പ്രേംചന്ദിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജേർണലായിരുന്നു, ഒരു പത്രിക, സാഹിത്യക് പത്രിക, ഒരു മാഗസീനായിരുന്നു. അത് 1942 to 52 അമൃത് റായ് അതിൻ്റെ സമ്പാദനം ചെയ്തു. അത് കഴിഞ്ഞ് അത് 1953 അത് നിന്നു പോവുകയും ചെയ്തു. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അമൃത് റായ് ഹംസ് എന്ന പത്രികയുടെ സമ്പാദനം ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ മതി ഓദർ ഡിസ്ക്രിപ്ഷനിൽ. വി വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ബേട്ടി കാ വിവാഹ് എന്ന ചാപ്റ്ററിലെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടോ അത് ആദ്യം ഡിസ്കസ് ചെയ്ത് പോവാം. ആ രീതിയിൽ നമുക്കിതിനെ മുന്നോട്ട് നീക്കാം. സോ ക്വസ്റ്റ്യൻ 9, പാർട്ട് 1 ക്വസ്റ്റ്യൻ 9, ഹൻസ് പത്രിക കെ സമ്പാദക് കോൻ ഹെ. ഇത് അല്പം ട്രിക്കി ക്വസ്റ്റ്യനാണ്, അല്പം കൺഫ്യൂഷൻ ഉളവാക്കുന്ന ക്വസ്റ്റ്യനാണ്. കാരണം ഹൻസ് പത്രികയുടെ സമ്പാദൻ അമൃത് റായും ചെയ്തിട്ടുണ്ട്. പിന്നെ രാജേന്ദ്ര യാദവ്, മീരാ ഹംദം മീരാ ദോസ് കമലേശ്വർ എന്ന ഒരു രചന എഴുതിയ രാജേന്ദ്ര യാദവും ഒരുപാട് നാൾ ഹൻസ് പത്രികയുടെ സമ്പാദകമായിരുന്നു. അപ്പോൾ ഇപ്പം ഇവരെല്ലാവരും മരിച്ചു പോയിട്ടുണ്ട്. അപ്പം ഈ ഒരു ചോദ്യം വളരെ ഒരു കൺഫ്യൂസിങ് ആയിട്ട് വരും.
ഈ പേരുകൾ ഏതെഴുതിയാലും ഒരുപക്ഷെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. സോ മൂവിങ് ഓൺ ടു പാർട്ട് 2. 13th ക്വസ്റ്റ്യൻ നോക്കിയേ. ജീവനി കിസെ കഹത്തെ ഹെ. അപ്പോൾ ഇതൊരു ജീവനിയാണ്, ജീവനി അംശമാണ്. ബേട്ടി കാ വിവാഹ് എന്ന് പറയുന്നത് ഒരു ജീവനിയാണ്, ഒരു ബയോഗ്രാഫിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നാച്ചുറലി എക്സ്പെക്റ്റ് ചെയ്യാം. ജീവനി കിസെ കഹത്തെ ഹെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ ടെക്സ്റ്റിൻ്റെ ബിഗിനിങ് പാർട്ടിൽ അവർ കൊടുത്തിട്ടുണ്ട്. जीवनी का तात्पर्य है किसी के जीवन का पूरा लेखा जोखा. ആരുടെയെങ്കിലും ജീവിതത്തിൻ്റെ, വേറൊരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് ജീവനിയിൽ പറയുന്നത്. ജീവനി മഹാൻ വ്യക്തിയോं की लिखी जाती है. പൊതുവെ അല്പം ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെയാണ് ബയോഗ്രാഫി എഴുതപ്പെടുന്നത്. इसका लेखक अपनी रुचि के अनुसार तटस्थ दृष्टा बनकर उस व्यक्ति के जीवन की घटनाओं को കാലക്രമാനുസാർ ലിഖ്ത ഹെ. ഈ എഴുതുന്ന ആൾ, ജീവനി എഴുതുന്ന ആൾ അല്ലെങ്കിൽ ബയോഗ്രഫി എഴുതുന്ന ആൾ ആരെപ്പറ്റിയാണോ എഴുതുന്നത് അവരുടെ ഒരു തട്ടസ്ഥ ഭാവസെ, ഒരു ഇമ്പാർഷ്യലായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ അത് സാഹിത്യപരമായിട്ട് റെപ്രസെൻ്റ് ചെയ്യും. കാലക്രമാനുസാർ ഒരു ഓർഡർലി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും. जीवनी लेखक न अपनी ओर से कुछ इसमें जोड़ सकता है और न अपने विचारों अथवा प्रतिक्रियाओं को व्यक्त कर सकता है. അപ്പോൾ ജീവനി എഴുതുന്ന ആൾ അയാളുടെ കുറേ കമൻസും ഇതിൻ്റെ ഇടയ്ക്കൂടെ പാസ് ചെയ്യാൻ പാടില്ല. അയാൾ തടസ്ഥമായിട്ട് ഉള്ള കാര്യം ഉള്ള പോലെ റെപ്രസെൻ്റ് ചെയ്യണം. इसमें चरित्र नायक के जीवन की क्रमबद्ध कहानी होती है. ചരിത്ര നായക് എന്ന് വെച്ചാൽ ആരെപ്പറ്റിയാണോ ആ ബയോഗ്രഫി എഴുതുന്നത് അവരുടെ ലൈഫിലെ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ അവരുടെ ജനനം മുതൽ മരണം വരെ ആ ഒരു കാര്യം ഇങ്ങനെ വിശദമായിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ ജീവനി എന്ന് പറയുന്നത്. ഇൻ ദ സെയിം വേ ആത്മകഥ എന്താണെന്നും ചോദിക്കാം. കാരണം ബഡോദ കാ അനുഭവ് എന്ന ചാപ്റ്റർ ഒരു ആത്മകഥാ അംശമാണ്. അതുപോലെ തന്നെ രേഖാചിത്ര സംസ്മരൺ, ഇതെല്ലാം നിങ്ങൾ ഷോർട്ടായിട്ടൊന്ന് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് പാർട്ട് 2 മാർക്സ് ക്വസ്റ്റ്യൻസിൽ തന്നെ പ്രേംചന്ദിനെ അപ്നി ബേട്ടിക്കോ ക്യോ നഹി പഠായ. അതൊരു ചോദ്യമാണ്. പ്രേംചന്ദ് എന്തുകൊണ്ട് തൻ്റെ മകൾക്ക് വിദ്യാഭ്യാസം നൽകിയില്ല? ഫോർമൽ എഡ്യൂക്കേഷൻ പ്രേംചന്ദിൻ്റെ മകൾക്ക് എന്തുകൊണ്ട് അദ്ദേഹം കൊടുത്തില്ല? അപ്പോൾ അത് ഈ ജീവനിയിലാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായത് അല്ലേ. ഇത്രയും വലിയ എഴുത്തുകാരൻ, 300-ലധികം കഥ എഴുതിയിട്ടുള്ള 12-ൽ പരം നോവലുകളും വളരെ ഫേമസ്. ഹിന്ദി സാഹിത്യത്തിൽ ഒരു യുഗം തന്നെ പ്രേംചന്ദ് യുഗ് എന്നറിയപ്പെടുന്നതാണ്. ഒരുപാട് ജേണൽസ് പബ്ലിഷ് ചെയ്തൊരു വ്യക്തി സ്വന്തം മകൾക്ക് എന്തുകൊണ്ട് ഫോർമൽ എഡ്യൂക്കേഷൻ കൊടുത്തില്ല? അതിൽ പറയുന്നത് എന്താണ്? ഉസ് സമയക്ക് സാമാജിക് വ്യവസ്ഥ, ആ സമയത്തെ സോഷ്യൽ സെറ്റപ്പ്. പ്രേംചന്ദ് ഒരു 1936 മരണപ്പെട്ടത്. അപ്പോൾ നാച്ചുറലി ഒരു 1920s അതിന് മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത് അല്ലേ. പ്രേംചന്ദിൻ്റെ മകൾ ചെറുതായിരുന്നപ്പോൾ ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഒരു വളരെ മുമ്പുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഉസ് സമയക്ക് സാമാജിക് വ്യവസ്ഥ, ആ സമയത്തെ സോഷ്യൽ സെറ്റപ്പ് എങ്ങനെയായിരുന്നു? ചാറോ തരഫ് പിछड़ा हुआ समाज था. ഒരു പ്രോഗ്രസീവ് സൊസൈറ്റി അല്ലായിരുന്നു, പിछड़ा हुआ समाज था. जो लड़कियों की पढ़ाई को अच्छी निगाह से नहीं देखता था. പെൺകുട്ടികളെ പഠിപ്പിക്കുന്നത് അത്ര നല്ല കാര്യമായിട്ട് അന്ന് കൺസിഡർ ചെയ്യത്തില്ലായിരുന്നു. और स्वयं प्रेमचंद के मन में भी यह धारणा थी कि लड़कियां पढ़ लिख कर गृहस्थी के काम की नहीं रह जाएगी. അന്ന് മാത്രമല്ല സൊസൈറ്റി അങ്ങനെയായിരുന്നു. ഒപ്പം തന്നെ പ്രേംചന്ദിൻ്റെ മനസ്സിലും ഒരു ധാരണ ഉണ്ടായിരുന്നു, പെൺകുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാര്യങ്ങളൊന്നും നോക്കാതെ ആകും, ആ ഒരു രീതി ആയിപ്പോകും. അങ്ങനെ ഒരു ഭയം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് പിന്നെ അദ്ദേഹത്തിന് ജോലി എപ്പോഴും ട്രാൻസ്ഫറബിൾ ജോബായിരുന്നു. അപ്പോൾ ഈ പല കാരണങ്ങളാൽ ഇതെല്ലാം കൂടെ ഒത്തുചേർന്നപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പെൺകുട്ടിക്ക് ഫോർമൽ എഡ്യൂക്കേഷൻ കൊടുത്തില്ല. എങ്കിൽ ആ പെൺകുട്ടികളുടെ ഇളയ 2 ആൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുകയും ചെയ്തു. അതിലൊരാളാണ് അമൃത് റായ്, ഇതിൻ്റെ ഓതർ. അഗെയിൻ ക്വസ്റ്റ്യൻ 24, 2 മാർക്സ് ക്വസ്റ്റ്യൻ പാർട്ട് 2 തന്നെ. ലഡ്കി കാ ബ്യാ ജൽദി നഹി കിയാ ജായേ തോ സമാജ് ക്യാ ക്യാ ടിപ്പണിയാ കർത്തി ഹൈ. അന്നത്തെ കാലത്ത് പെൺകുട്ടികളെ സമയത്തിന് വിവാഹം കഴിച്ച് അയച്ചില്ല എങ്കിൽ സമൂഹം എന്തൊക്കെ ടിപ്പണി എന്ന് വെച്ചാൽ എന്തൊക്കെ കമൻസാണ് അവർ പാസ് ചെയ്യുന്നത്, എന്തൊക്കെ അഭിപ്രായങ്ങളാണ് അവർ പറയുന്നത്. ഉസ് സമയ की सामाजिक मानसिकता ऐसी थी
कि अगर लड़की का ब्याह जल्दी नहीं किया जाए तो वे कहने लगेंगे कि देखो लड़की सयानी हो गई है और घर वाले हैं कि उसे बिन ब्याहे घर में बिठाए रखे हैं. നോക്കൂ, പെൺകുട്ടി വിവാഹപ്രായമായി, പക്ഷേ വീട്ടുകാർ നോക്കിയേ അവളെ കല്യാണം കഴിപ്പിക്കാതെ ഇങ്ങനെ വീട്ടിൽ വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ചിലർ പറയും കഹി ലഡ്കിമേ കോയി ഏബ് തോ നഹി ഹൈ, പെൺകുട്ടിക്ക് എന്തെങ്കിലും ഇനി ഇഷ്യൂ ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആരോഗ്യപരമായ പ്രശ്നമുണ്ടോ, അതുകൊണ്ടാണോ വിവാഹം കഴിപ്പിക്കാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ജോ ഉസ്കാ ബ്യാഹ നഹി ഹോത്ത, അതോ അന്നത്തെ കാലത്ത് ഈ ജാതകദോഷം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ജനങ്ങൾ ചോദിക്കും, സമൂഹം ചോദിക്കും. നെക്സ്റ്റ് 4 മാർക്ക് ക്വസ്റ്റ്യൻ പാർട്ട് 3-ൽ 28th क्वेश्चन, कन्यादान के प्रति मुंशी प्रेमचंद का क्या अभिप्राय है. കന്യാദാൻ, വിവാഹ സമയത്ത് പെൺകുട്ടിയുടെ വധുവിൻ്റെ അച്ഛൻ കന്യാദാൻ, മകളുടെ കൈയെടുത്ത് അങ്ങോട്ട് വരൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്ന ആ ഒരു ചടങ്ങ്, അതിനെപ്പറ്റി പ്രേംചന്ദിൻ്റെ അഭിപ്രായം എന്തായിരുന്നു. കന്യാദാൻ കെ പ്രതി മുൻഷി പ്രേംചന്ദ് ബിൽക്കുൽ സെഹമത് നഹി ഥേ. കന്യാദാൻ എന്നുള്ളൊരു കോൺസെപ്റ്റിനോട് മുൻഷി പ്രേംചന്ദിന് ഒരു യോജിപ്പും ഇല്ലായിരുന്നു. ഉൻകാ മാന്ന ഥാ ബേജാൻ ചീസ് ദാൻ മേ ദി ജാത്തി ഹെ, ജീവനില്ലാത്ത വസ്തുക്കളാണ് ദാനമായിട്ട് കൊടുക്കപ്പെടേണ്ടത്. അങ്ങനെയായിരുന്നു പ്രേംചന്ദിൻ്റെ അഭിപ്രായം. അദ്ദേഹം ആ അവസരത്തിൽ എന്താ പറഞ്ഞത്, ജാൻദാർ ചീജോ മേ തോ ഗായ് ഹി ദി ജാ സക്തി ഹെ, ഫിർ ലഡ്കി കാ ദാൻ കേസാ, യഹ സബ് മുझे പസന്ദ് നഹി. പെൺകുട്ടിയെ ഒരിക്കലും, ജീവനുള്ള പെൺകുട്ടിയെ ഒരിക്കലും ദാനമായിട്ട് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ബേജാൻ ചീസ് ദാൻ മേ ദി ജാത്തി ഹെ, ജീവനില്ലാത്ത വസ്തുക്കളാണ് ദാനമായിട്ട് കൊടുക്കുന്നത്. ജാൻദാർ ചീസോ മേ തോ ഗായ് ഹി ദി ജാ സക്തി, അന്നത്തെ കാലത്ത് അവിടെ ഉണ്ടായിരുന്നു, ഇങ്ങനെ പശുവിനെ ദാനമായിട്ട് കൊടുക്കും. ഗോദാൻ, ഗോദാൻ എന്ന് പറഞ്ഞ പ്രേംചന്ദിൻ്റെ ഒരു ഫേമസ് നോവൽ തന്നെ ഉണ്ട് ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത്. അപ്പോൾ പെൺകുട്ടി അങ്ങനെ ദാനം കൊടുക്കേണ്ട ഒരു വസ്തു അല്ല എന്നാണ് പ്രേംചന്ദിൻ്റെ ഒരു പ്രോഗ്രസീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഈ കാര്യത്തിൽ കാണാൻ പറ്റും. എന്നുവെച്ചാൽ പെൺകുട്ടി ഒരു ദാനം കൊടുക്കേണ്ട ഒരു വസ്തു അല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് അദ്ദേഹത്തിൻ്റെ വൈഫാണ് കന്യാദാൻ ചെയ്തത്, പ്രേംചന്ദ് ചെയ്തില്ല. കാരണം പ്രേംചന്ദിന് അതിനോട് യോജിപ്പില്ലായിരുന്നു. അഗെയിൻ 35th ക്വസ്റ്റ്യൻ ബേട്ടി കാ വിവാഹ് എന്ന ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആണ്. മുൻഷി ഭവാനി പ്രസാദ് കെ ചരിത്ര പർ പ്രകാശ് ഡാലിയെ. മുൻഷി ഭവാനി പ്രസാദ് ആരാണ്? വാസുദേവിൻ്റെ അച്ഛനായിരുന്നു. വാസുദേവ് ആരാണ്? വാസുദേവുമായിട്ടാണ് പ്രേംചന്ദിൻ്റെ മകളുടെ വിവാഹം ഉറപ്പിച്ചത് അല്ലേ, ഓർമ്മയില്ലേ? അപ്പം ഭവാനി പ്രസാദ് എങ്ങനത്തെ വ്യക്തിയായിരുന്നു? മുൻഷി ഭവാനി പ്രസാദ് ബഡേ ധാർമ്മിക് വ്യക്തി थे. सवेरे 4 बजे उठकर स्नान करते थे और गाय की पूजा करते थे. വളരെ റിലീജിയസ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഭവാനി പ്രസാദ്, പയ്യൻ്റെ അച്ഛൻ. എന്ന് മാത്രമല്ല വളരെ പ്രതാപിയായിരുന്നു, സ്വത്തുള്ള വ്യക്തിയായിരുന്നു. വേ മുനിസിപ്പാലിറ്റി കെ ഉപസഭാപതി थे, ഓണററി മജിസ്ട്രേറ്റ് थे. ഉൻകോ ഹത്തിയാർ രഖ്നെ കി ആസാദി थी. സ്വന്തമായിട്ട് ആയുധം വെക്കാനുള്ള അവകാശം വരെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ലേൻ ദേൻ മേ ബഹുത് സാഫ് ഥേ. ലേൻ ദേൻ എന്ന് വെച്ചാൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനൊക്കെ അദ്ദേഹം വളരെ ക്ലിയർ ഒരു വ്യക്തിയായിരുന്നു. യു പിയിലെ ദേവരി എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ദേവരി കെ ഗവർണർ കെ നാം സേ ഉൻകാ ഉല്ലേഖ് ഹോത്താ ഥാ. അത്രയ്ക്ക് പവറായിരുന്നു. ദേവരി എന്ന സ്ഥലത്തിലെ ഗവർണറായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. और जनता उन्हें സർക്കാർ कहकर पुकारती थी. ജനങ്ങൾ അദ്ദേഹത്തിനെ സർക്കാർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. യഹ ഉൻകെ പദ് സെ അധിക് ഉൻകെ വ്യക്തിത്വ കാ ഹി സമ്മാൻ ഥാ. അദ്ദേഹത്തിൻ്റെ ആ പൊസിഷൻ കൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു പേഴ്സണാലിറ്റി കാരണം ജനങ്ങൾ അദ്ദേഹത്തിനെ സ്നേഹത്തോടെ സർക്കാർ എന്ന് വിളിക്കുമായിരുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു പ്രതാപിയായ ഒരു വ്യക്തിയുടെ മകനുമായിട്ടാണ് പ്രേംചന്ദിൻ്റെ മകളുടെ വിവാഹം ഉറപ്പിച്ചത്. സോ മൂവിങ് ഓൺ ടു ദ 4th പാർട്ട്, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ. അത് 15 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ബേട്ടി കാ വിവാഹ് ജീവനി പർ പ്രകാശ് ഡാലിയെ. അപ്പോൾ ബേട്ടി കാ വിവാഹ് എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തായിരുന്നു കഴിഞ്ഞ വർഷത്തെ എക്സാമിന് വന്നത്. ബേട്ടി കാ വിവാഹ് ജീവനി പർ പ്രകാശ് ഡാലിയെ. സോ യു ഹാവ് ടു റൈറ്റ് ദ ഹോൾ തിങ്.
ജീവനി എഴുതിയത് ആരാണ്? ബേസിക്കലി അത് കലം കാ സിപ്പാഹി എന്ന് പറഞ്ഞ ഒരു ജീവനി, അതിൻ്റെ ഒരു അംശമാണിത്, ബേട്ടി കാ വിവാഹ്. അപ്പോൾ അതെല്ലാം എഴുതണം. അതിൽ പ്രേംചന്ദിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ, എങ്ങനെ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തെ പറ്റി അന്നത്തെ സമൂഹം ചിന്തിച്ചിരുന്നു, പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയച്ചില്ലെങ്കിൽ ജനങ്ങളിങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ പ്രേംചന്ദിൻ്റെ ഓരോ ട്രാൻസ്ഫേഴ്സ് ജോലി സംബന്ധമായി, അങ്ങനെ പെൺകുട്ടിയെ പഠിപ്പിക്കാൻ പറ്റിയില്ല. പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രേംചന്ദിൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ധാരണ ഉണ്ടായിരുന്നു, പെൺകുട്ടികൾ അധികം വിദ്യാഭ്യാസം നേടിയാൽ പിന്നെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാതാവും. അത് അമൃത് റായ് അത് കൂടുതൽ ഡീപ്പായിട്ട് മനസ്സിലാക്കിയത്, സ്വന്തം മകൻ അത് മനസ്സിലാക്കിയത് ആ കാലഘട്ടത്തിൽ പ്രേംചന്ദ് എഴുതിയ ചില കഥകൾ അതിലങ്ങനെ പ്രതിപാദിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം നേടിയ പെൺകുട്ടികൾ തിത്ലി കെ ജേസെ, ബട്ടർഫ്ലൈസ് പറക്കുന്ന പോലെ അങ്ങ് പറന്ന് നടക്കും, അവർ വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ അമൃത് റായ് അത് കണക്ട് ചെയ്ത് ചിന്തിക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ യഥാർത്ഥത്തിൽ പെൺകുട്ടീനെ പഠിപ്പിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ഡൗട്ട് തന്നെ മകന് വരും. സാഹചര്യങ്ങളും വിപരീതമായിരുന്നു. ട്രാൻസ്ഫേഴ്സ് വരും. അപ്പോൾ ഈ പെൺകുട്ടിയുടെ സ്കൂളിംഗ് നടത്തേണ്ട സമയത്ത് വാസ്തവത്തിൽ പല പ്രാവശ്യവും ഇങ്ങനെ ഫാമിലി ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അതുമാത്രമല്ല, അച്ഛൻ്റെ ഉള്ളിലും അങ്ങനെ ഒരു വേണമെന്ന് വിചാരിച്ചായിരുന്നെ പഠിപ്പിച്ചേനെ ഇല്ലേ. അപ്പോൾ അത് ഉള്ളിൽ വേണ്ട എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ ആ കാര്യങ്ങൾ പ്രതിപാദിക്കണം. പക്ഷേ പിന്നീട് വിവാഹകാര്യം വരുമ്പം ഈ കന്യാദാൻ എന്ന കോൺസെപ്റ്റിനെ അദ്ദേഹം എതിർത്തിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു ഫോർവേഡ് തിങ്കിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ്. പിന്നെ ആ പയ്യൻ്റെ വീട്ടുകാരായിട്ടുള്ള കത്തിടപാടുകൾ, പല കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി. കത്തിൽ പ്രേംചന്ദ് വളരെ ഓപ്പണായിട്ട് എഴുതിയില്ലേ, എനിക്ക് പ്രത്യേകിച്ച് സ്വത്തും അങ്ങനെയൊന്നും ഇല്ല, ഞാനൊരു വളരെ സാധാരണ മനുഷ്യനാണ്. പിന്നെ ഇത്രയും വലിയ റൈറ്ററാണെന്നൊന്നും പ്രേംചന്ദ് ആദ്യം എഴുതിയില്ല. പക്ഷേ പയ്യൻ്റെ വീട്ടുകാർക്കത് ക്രമേണ പിടികിട്ടുകയും അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ബേട്ടി കാ വിവാഹൻ്റെ സാരാംശിൽ അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ഈ എസ്സേയിൽ വിശദമായിട്ട് എഴുതുക. ഓക്കെ, സോ വി വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. सेकंड क्वेश्चन, बड़ौदा का अनुभव किस विधा पर लिखी गई रचना है? बड़ौदा का अनुभव ഡോക്ടർ BR അംബേദ്കറിൻ്റെ ആത്മകഥയിലെ ഒരു അംശമാണ്. അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു കുറച്ച് കാര്യമാണ് അതാണ്. അപ്പോൾ അത് ആത്മകഥ വിധാ पर लिखी गई है. 8th ക്വസ്റ്റ്യനും ബഡോദ का अनुभव ചാപ്റ്ററിനെ ബേസ് ചെയ്താണ്. സ്വാധീൻ ഭാരത് കാ സംവിധാൻ കിസ്നെ ലിഖ. സംവിധാൻ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാണ്? ബാബാ സാഹബ് അംബേദ്കർ. तो स्वाधीन भारत का संविधान किसने लिखा? बाबा साहब अम्बेडकर ने. നെക്സ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യനിൽ 18th ക്വസ്റ്റ്യൻ ബഡോദ का अनुभव ചാപ്റ്ററിനെ ബേസ് ചെയ്ത് തന്നെയാണ്. പാർസി വ്യവസ്ഥാപക് ने अम्बेडकर को पहले सराय में ठहरने क्यों नहीं दिया? പാർസി ആ ഒരു വ്യവസ്ഥാപക്, ആ ഒരു പാർസി ലോഡ്ജിലെ ആൾ എന്തുകൊണ്ട് അംബേദ്കറിനെ ആദ്യം അവിടെ താമസിക്കാൻ അനുവദിച്ചില്ല? എന്തുകൊണ്ട് അനുവദിച്ചില്ല? കാരണം ഇയാൾ പാർസി അല്ലാത്തത് കാരണം. അവിടെ പാർസി ആൾക്കാർക്ക് മാത്രമേ താമസിക്കാൻ അവകാശമുള്ളായിരുന്നു. അയാൾ ക്ലിയർ ആയിട്ട് പറഞ്ഞ എന്താണ്? യഹ സരായ് തോ കേവൽ പാർസിയോ കെ ലിയെ ഹെ. ഈ ഒരു ലോഡ്ജ്, താമസ സ്ഥലം വെറും പാർസികൾക്ക് മാത്രം ഉള്ളതാണ്. അംബേദ്കർ പറയുകയുണ്ടായില്ലേ, ഞാൻ ഹിന്ദുവാണ്, അപ്പോൾ ഹിന്ദു ആയതുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് അയാൾ ക്ലിയർ ആയിട്ട് പറയും. നെക്സ്റ്റ് 25th ക്വസ്റ്റ്യൻ 2 മാർക്സ് ക്വസ്റ്റ്യൻ. അംബേദ്കർ കോ ബഡോദ മേ രഹനെ കെ ലിയെ കഹാ ജഗ മിലി? അംബേദ്കറിന് ബറോഡയിൽ വന്നപ്പോൾ എവിടെയാണ് താമസിക്കാൻ സ്ഥലം കിട്ടിയത്? പാർസി സരായമേ. അവസാനം അദ്ദേഹം സമ്മതിക്കും ഇല്ലേ, ആ പാർസി അയാൾക്ക് കൈക്കൂലി ഡെയിലി ഇങ്ങനെ കൊടുക്കാമെന്ന് ഏൽക്കുകയും അംബേദ്കറിൻ്റെ പേരൊരു പാർസി പേരായിട്ട് രജിസ്റ്ററിൽ എഴുതാം എന്നുള്ളൊരു ധാരണ വന്നപ്പോൾ അദ്ദേഹം അംബേദ്കറിനെ താമസിക്കാൻ സമ്മതിക്കും. 4 മാർക്ക് ക്വസ്റ്റ്യൻ 31st ക്വസ്റ്റ്യൻ. അംബേദ്കർ ഭാരത് ലോട്ട് കർ സീധെ ബഡോദ ക്യോं ആയേ? ലണ്ടനിലെ വിദ്യാഭ്യാസം, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് പഠിച്ചുകൊണ്ടിരുന്ന വ്യക്തി നേരെ ഇന്ത്യയിൽ വന്ന് ആദ്യം ബഡോദയിൽ എന്തിനാണ് പോയത്? അതിനൊരു പ്രത്യേക കാരണം ഉണ്ടായിരുന്നു. ക്യാ കാരൺ था? उनकी शिक्षा के लिए बड़ौदा महाराज ने उनकी मदद की थी, इसलिए उनके राज्य में नौकरी करना उनके लिए आवश्यक था. ബഡോദ മഹാരാജ്, ആ രാജാവിൻ്റെ പേരെന്തുവാണ്?
ആ രാജാവ് ആരായിരുന്നു? സയാജിറാവ് ഗായക്വാഡ് എന്നുള്ളൊരു രാജാവായിരുന്നു, ബഡോദ രാജാവ്. അദ്ദേഹം അംബേദ്കറിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കോളർഷിപ്പ് കൊടുക്കുകയുണ്ടായി. അതുകൊണ്ട് അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ്, അതൊരു കടപ്പാടായിട്ട് കണ്ടുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ ആദ്യം അത് ഈ രാജാവിൻ്റെ സ്ഥലത്ത് തന്നെ ആകണം എന്ന് അംബേദ്കറിന് നിർബന്ധമുണ്ടായിരുന്നു. പാർട്ട് 4 15 മാർക്ക് ക്വസ്റ്റ്യൻ, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ബഡോദ കാ അനുഭവ് പാഠ് മേ അഭിവ്യക്ത് ഛുവാഛൂത് പർ പ്രകാശ് ഡാലിയെ. ബഡോദ കാ അനുഭവ് എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ഈ ഒരു ഛുവാഛൂത് അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി അതിനെപ്പറ്റി പറയാൻ. അപ്പോൾ ഈ ഛുവാഛൂത്തിൻ്റെ ഒരു ഇഷ്യൂ തന്നെയാണ് ഈ അംബേദ്കറിന് എങ്ങും താമസിക്കാൻ സ്ഥലം കിട്ടാത്തത്. ഒരു ദളിത് ആയത് കാരണം എങ്ങും ലോഡ്ജിങ് അദ്ദേഹത്തിന് കിട്ടാതെ വരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ പാർസി ലോഡ്ജിൽ പേര് മാറ്റി താമസിക്കേണ്ട ഒരവസ്ഥ വരുന്നു. അപ്പോൾ ആ ബഡോദ കാ അനുഭവ് ആസ് സച്ച് ഒരു ആത്മകഥയാണെന്നും അതിൻ്റെ ഒരു അംശമാണെന്നും അത് അംബേദ്കറിൻ്റെ ജീവിതവുമായിട്ട് റിലേറ്റഡ് ആണെന്നും പിന്നെ അദ്ദേഹം ലണ്ടനിൽ നിന്നൊക്കെ തിരിച്ചു വന്ന് ഇവിടെ വന്നപ്പം എന്തൊക്കെ അനുഭവങ്ങളാണ് അദ്ദേഹത്തിന് ഉണ്ടായത്, പാർസി അനുഭവമുണ്ട്. അത് മാത്രമല്ല തൻ്റെ സുഹൃത്ത് ഒരു ക്രിസ്ത്യൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ താമസിക്കാമെന്ന് വെച്ചപ്പോഴും അവിടെയും ഇങ്ങനത്തെ ഒരു ഇഷ്യൂ അവർ പറയുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫിന് അതിഷ്ടമല്ല എന്നും. വേറൊരു ഹിന്ദു ഫ്രണ്ടിൻ്റെ അവിടെ താമസിക്കാമെന്ന് വെച്ചപ്പോൾ അവിടുത്തെ ജോലിക്കാർ ഇതറിഞ്ഞാൽ ഇറങ്ങിപ്പോകും, എന്നുവെച്ചാൽ ജോലിക്കാർ സവർണരാണ്. അപ്പോൾ ഇതെല്ലാം അൺടച്ചബിലിറ്റിയാണ് ഇതിൻ്റെ റൂട്ട് കോസ്. ഈ ഒരു കാസ്റ്റ് സിസ്റ്റമാണ് ഇതിൻ്റെ ഒരു മെയിൻ കാരണം. അതെല്ലാം നമുക്കവിടെ പ്രതിപാദിക്കാം. ഞാനിത് ഷോർട്ടായിട്ട് പറഞ്ഞതേ ഉള്ളൂ, സമയക്കുറവ് കാരണം. അല്ലെങ്കിൽ ഞാനത് ആക്ച്വലി ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ക്ലാസ്സസ് ഫുൾ സ്വിങ്ങിൽ തുടങ്ങിയത് കാരണം വർക്കിംഗ് ഡേയ്സിലൊന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, സമയം കിട്ടാറില്ല. സോ നിങ്ങളിത് വിശദമായിട്ട് എഴുതുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേവദാരു എന്ന ചാപ്റ്ററിലെയാണ്. ദ്വിവേദി ജി കെ അനുസാർ ദേവദാരു കാ പുരാണ നാം ക്യാ ഹൈ? അപ്പം അതിൽ ആ ദേവദാരു വൃക്ഷത്തിൻ്റെ പുരാണ നാം ദേവതരു ആയിരിക്കാം. അതാണ് ഹസാരി പ്രസാദ് ദ്വിവേദി പറഞ്ഞിരുന്നത്. മുംകിൻ ഹൈ ഇസ്കാ പുരാണ നാം ദേവതരു ഹോ, ദേവതാ കാ തരു നഹി ദേവതാ ഭി ഓർ തരു ഭി. അതാണ് ദേവതരു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6th 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പാർട്ടിൽ തന്നെ ദേവദാരു എന്ന ചാപ്റ്ററിൽ നിന്ന് താണ്ഡവ് നൃത്യ കാ പ്രവർത്തക് കോൻ ഹെ? താണ്ഡവ് നൃത്യ കാ പ്രവർത്തക് തന്തുൽ മുനിയാണ്. അദ്ദേഹം ഭഗവാൻ ശിവൻ്റെ ശിഷ്യനായിരുന്നു. അപ്പം ഭഗവാൻ ശിവ് താണ്ഡവ് നൃത്യം കണ്ടപ്പം അത് മെമ്മറൈസ് ചെയ്ത് അത് മനസ്സിലാക്കി പിന്നെ അത് ഇങ്ങനെ അതിൻ്റെ പ്രവർത്തകമായി മാറിയതാണ് തന്തുൽ മുനി അല്ലെ തന്തു മുനി, രണ്ടും പറയുന്നുണ്ട്. നെക്സ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻ ദേവദാരു ചാപ്റ്ററിൽ നിന്ന് ശിവജി കാ ധ്യാൻ ഭംഗ് ഹോനെ പർ ക്യാ ഹുവ? 23rd ക്വസ്റ്റ്യൻ. ശിവജി സമാധി ഇരുന്നപ്പോൾ ശിവജിയുടെ ആ ഒരു കോൺസെൻട്രേഷൻ ധ്യാൻ ഭംഗ് ഹുവ. കാമദേവാണ് ആ ഒരു അമ്പെയ്ത്. കാമദേവൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ശിവജിക്ക് പാർവതിയോട് ഒരടുപ്പം തോന്നണം. അത് ധ്യാൻ ഭംഗായപ്പോൾ ശിവജി അത് കണ്ടത് എന്താണ്? ശിവജിക്ക് മനസ്സിലായത് ഇതിൻ്റെ കാരണക്കാരൻ ആരാണ്? കാമദേവനാണ്. അങ്ങനെ കാമദേവ് കോ ഭസ്മ കർദിയ, തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ഭസ്മമാക്കിയെന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് കാമദേവന് അനങ്ക്. പിന്നെ കാമദേവൻ്റെ ഭാര്യ രതിദേവി വളരെയധികം റിക്വസ്റ്റ് ചെയ്തിട്ട് കാമദേവന് പിന്നെയും പുനർജീവനം കൊടുത്തു. പക്ഷേ ശരീരമില്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ അനങ്ക് എന്നും പേരുണ്ട് കാമദേവന്. ഓക്കെ. तो शिवजी का ध्यान भंग होने पर क्या हुआ? कामदेव भस्म हो गए. 4 मार्क क्वेश्चन पार्ट 3 27th क्वेश्चन. लेखक के अनुसार देवदारू महावृक्ष नहीं है, कारण स्पष्ट कीजिए. ദ്വിവേദി ജി പറയുന്നത് ദേവദാരു ഒരു മഹാവൃക്ഷ് ആകാം. ദ്വിവേദി ജി പറയുന്നത് ദേവദാരുവിന് ഒരു മഹാവൃക്ഷ ആവാനുള്ള ദേവദാരുവിന് പൂക്കുകയും പിന്നെ കായ്ക്കുകയും
ചെയ്യാനുള്ളൊരു ഗുണമില്ല, പൂക്കത്തില്ല ദേവദാരു. അതിൻ്റെ കാരണമായിട്ട് ഹസാരി പ്രസാദ് ദ്വിവേദി പറയുന്നത് എന്താണ്, ഈ ശിവൻ കാമദേവനെ ഭസ്മമാക്കിയ സമയത്തും ദേവദാരു ഇങ്ങനെ കണ്ണും തുറന്നിങ്ങനെ ഒന്നും അറിയാത്ത മട്ടി നോക്കി നിന്നുകൊണ്ടാകാം ദേവദാരുവിന് ആ ഒരു മഹാവൃക്ഷമാവാനുള്ളൊരു ഭാഗ്യം കിട്ടാതെ പോയത്. പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ഉള്ളൊരു അനുഗ്രഹം ദേവദാരുവിന് ഇല്ല, പൂക്കത്തില്ല ദേവദാരു. അതുകൊണ്ടാണ് ലേഖക് ने कहा है कि देवदारू महावृक्ष नहीं बन सका. नेक्स्ट क्वेश्चन 4 मार्क क्वेश्चन 36th वन. हजारी प्रसाद द्विवेदी के अनुसार मनोवैज्ञानिक और कला समीक्षक कौन कौन है? ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ ഞാൻ തന്നെ പാടുപെട്ട്. ഒരു വല്ലാത്തൊരു ഡ്രൈ എസ്സേ ആണ് ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ഇതിൻ്റെ ആൻസർ. പേജ് 23-ൽ मिथकीय आवरणों को हटाकर उसे तथ्यानुयायी अर्थ देने वाले लोग മനോവൈജ്ഞാനിക് कहलाते हैं. മിത്തോളജിയുടെ ഒരു ആവരണം മാറ്റിയിട്ട് കൃത്യമായിട്ട് ഫാക്ട്സ് നിരത്തുന്ന ആൾക്കാരെയാണ് മനോവൈജ്ഞാനിക് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ आवरणों की सार्वभौम रचनात्मकता को पहचानने वाले കലാ സമീക്ഷക് कहलाते हैं. അതുപോലെ ഈ മിഥക്കീയ ആവരണങ്ങൾ, ഈ മിത്തോളജി, അതിൻ്റെയൊക്കെ ഒരു സാർവഭൗമിക്, ഒരു യൂണിവേഴ്സൽ ഒരു രചനാത്മകത, അതിനെ അറിയുന്ന വ്യക്തിയാണ് കലാസമീക്ഷക് എന്ന് പറയുന്നത്. ഇത് വേണേൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, ഇത് നിങ്ങളുടെ ലെവലിലുള്ള ക്വസ്റ്റ്യനേ അല്ല. ദേവദാരു എന്ന ചാപ്റ്ററിൽ നിന്ന് എസ്സേ വന്നിട്ടില്ല, 15 മാർക്ക് ക്വസ്റ്റ്യൻ. പക്ഷേ ഈ വർഷം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ, എന്തും ചോദിക്കാം. സോ 7 ചാപ്റ്ററിൽ നിന്ന് 3 ചാപ്റ്റേഴ്സിൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നോ, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് അപ്ലോഡിങ്ങിൽ ബാക്കി ചാപ്റ്റേഴ്സും കവർ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. കോൺഫിഡൻ്റായിട്ട് പോവുക, റിപ്പീറ്റഡായിട്ട് വായിക്കുക, ചാപ്റ്റേഴ്സ് വായിക്കുക. ഓർ യു ബെറ്റർ ലിസൺ ടു ദ വീഡിയോസ്, വാട്ട് എവർ. നിങ്ങൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കീപ്പ് ഇൻ ടച്ച് വിത്ത് ദ ലാംഗ്വേജ്, അത്രയേ ഉള്ളൂ. കോൺഫിഡൻ്റായിട്ട് പോവുക. ബെസ്റ്റ് ഓഫ് ലക്ക്.